ഹലോ, ഓക്കെ പറഞ്ഞോളൂ. സർവീസ് സെൻ്ററിൽ നിന്നാണല്ലേ? ഓക്കെ. ടെക്നീഷ്യൻസിന് ഓക്കെ, ഏത് ലെവലിൽ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിന് ആവശ്യം? നോർമൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും വേണം, CP ലെവലിൽ ചെയ്യുന്ന ആളുകളെയും വേണം അല്ലേ? ബാച്ച് കഴിഞ്ഞ ആളുകളാരും നിലവിൽ വെറുതെ ഇരിക്കുന്ന ആളുകളില്ല. നമ്മൾ ഇവിടുന്ന് കഴിഞ്ഞ ആളുകൾ എല്ലാവരുടെയും ഒരു ഗ്രൂപ്പ് നമുക്കുണ്ട്. അതിൽ ഞാൻ ആവശ്യം അറിയിക്കാം നിങ്ങളുടെ. കണ്ടല്ലോ ഇതവസ്ഥ. നമ്മളിപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രോബ്ലം ഇതാണ്. നമ്മളിവിടേക്ക് വരുന്ന എൻക്വയറിക്ക് അത്രയും നമുക്ക് കുട്ടികളെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ടെക്നീഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. അത് മെയിനായിട്ട് 2 കാരണങ്ങളാണുള്ളത്. അപ്പോൾ നമ്മളൊരു ബാച്ചിൽ കുറഞ്ഞ സ്റ്റുഡൻസിനെ എടുക്കുന്നുള്ളൂ. രണ്ടാമത് നമ്മൾ ഇവിടുത്തെ 5 മാസത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2 മാസം സർവീസ് സെൻ്റർ ട്രെയിനിങ്ങിന് അയക്കുന്നുണ്ട്. ആ ട്രെയിനിങ്ങിൽ 95% സ്റ്റുഡൻസും അവിടെ തന്നെ പ്ലേസ്ഡ് ആകുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇതേപോലെ വരുന്ന പുറമേ നിന്ന് വരുന്ന കോളുകൾക്ക് നമുക്ക് അവർക്ക് ടെക്നീഷ്യൻസിനെ പ്രൊവൈഡ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇത്തരം കോളുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ഇൻഡസ്ട്രിയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത്തരം ടെക്നീഷ്യൻസിൻ്റെ അവൈലബിലിറ്റി നല്ല തോതിൽ തന്നെ കുറവുണ്ടെന്നുള്ളത്. സ്മാർട്ട് ഫോണും അതുപോലെ തന്നെ സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഗാഡ്ജറ്റ്സുകളും നിത്യജീവിതത്തിൽ നമുക്കിനി ഒരിക്കലും ഒഴിവാക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ തൊഴിൽ സാധ്യത അത്രയധികം വലുതാണ്. നമുക്ക് എവിടെയാണെങ്കിലും ജോലി ലഭിക്കാനും പിന്നെ അതുപോലെ തന്നെ സ്വന്തമായിട്ട് നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനും എല്ലാം പറ്റുന്ന ഒരു ഇൻഡസ്ട്രി തന്നെയാണ്. ഈ മേഖലയിലേക്ക് കടന്നു വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ധൈര്യപൂർവ്വം കടന്നു വരാം. ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി, നിങ്ങളെപ്പോഴും അപ്ഡേറ്റ് ആയിരിക്കണം എന്ന് മാത്രം. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ DIAT അപ്ഡേഷൻ കോഴ്സിനും കൂടെ നമ്മൾ പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. നമ്മളിവിടെ റെഗുലർ ബാച്ചും പിന്നെ അതുപോലെ തന്നെ ആൻഡ്രോയിഡ്, ഐഫോൺ 2 അപ്ഡേഷൻ ബാച്ചുകളുമാണ് നമ്മൾ നിലവിലിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. റെഗുലർ ബാച്ച് 7 മാസത്തെ കോഴ്സും ആൻഡ്രോയിഡ്, ഐഫോൺ ബാച്ചുകൾ നമ്മുടെ ക്വാളിഫിക്കേഷൻസ് അനുസരിച്ച് നമ്മൾ ഡേയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഒരു ബേസിക് ക്വാളിഫിക്കേഷൻസൊക്കെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ട്. ആ ക്വാളിഫിക്കേഷനുള്ള ആളുകൾക്ക് മാത്രമേ നമ്മൾ അപ്ഡേഷൻ ബാച്ചിലേക്ക് നമ്മൾ അഡ്മിഷൻ നൽകുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയണമെങ്കിൽ നമ്മുടെ ഈ താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറുകൾ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അപ്ഡേഷൻ ബാച്ചിൻ്റെതായാലും റെഗുലർ ബാച്ചിൻ്റെതായാലും മുഴുവൻ ഡീറ്റെയിലും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും.